ഹായ് ഫ്രണ്ട്സ്, എന്താണ് നല്ല വിശേഷം? സുഖമില്ലേ? ഇന്ന് ഞാൻ പറയുന്ന ടോപ്പിക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ലീഡർഷിപ്പിനെ കുറിച്ചിട്ട് പറഞ്ഞാലോ എന്ന് വിചാരിക്കാം കേട്ടോ. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ കുഞ്ഞറിവ് വെച്ചിട്ട് ഞാൻ പറയുന്നതാണ് കേട്ടോ. ലീഡർഷിപ്പ് എന്ന് പറയുമ്പോൾ പല തരത്തിലുള്ള ലീഡർഷിപ്പുകളുണ്ട്. അത് നമ്മൾ ഉപയോഗിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്കൊരു സ്കൂളിലൊരു ലീഡർഷിപ്പുണ്ട്, വീട്ടിലൊരു ലീഡർഷിപ്പുണ്ട്, ഒരു സ്ഥാപനത്തിലൊരു ലീഡർഷിപ്പുണ്ട്, ഇപ്പോൾ ഒരു പഞ്ചായത്തിലായാലും ഒരു ലീഡർഷിപ്പുണ്ട്. അങ്ങനെ ഓരോ കാറ്റഗറിയിലും ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി നമുക്ക് ആവശ്യമാണ്. ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ സ്കൂളിലായാലും ഒരു ക്ലാസ് റൂമിലായാലും ഇപ്പോൾ ടീച്ചർമാർ ഒരാളെ ലീഡറാക്കില്ല. അതെന്തിനാണ്? എന്നിട്ട് ടീച്ചർ പറയില്ലേ ഒരു കുട്ടിയോട്, ഞാൻ പോയി വരുമ്പോൾ ഇന്നാണ് സംസാരിക്കുന്നുണ്ടെങ്കിൽ ആ ആടെ പേരെഴുതി വെക്കണമെന്ന് ഒക്കെ പറയുന്നില്ല. അപ്പോൾ ആ കുട്ടീനാണല്ലോ അവിടെ ലീഡറാക്കി വെച്ചിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി കൊടുക്കാൻ പറ്റിയ ഒരു കുട്ടീനായിരിക്കുമല്ലോ ലീഡറാക്കി വെക്കുന്നത്. അപ്പോൾ അവിടെ ഒരു ലീഡർഷിപ്പ് വേണം ഒരു സ്കൂളിൽ. അങ്ങനെ ആ അധ്യാപകരെ നയിക്കാനുള്ളൊരു ലീഡർഷിപ്പുള്ള ഒരാളാണ് പ്രിൻസിപ്പൽ എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ അവിടെയും ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റിയുള്ള ഒരാൾക്കല്ല അത് സാധിക്കുള്ളൂ. പിന്നെ നമ്മുടെ വീട്ടിലെ കാര്യം പറയുകയാണെങ്കിൽ വീട്ടിലായാലും നമുക്കൊരു ലീഡർഷിപ്പ് ക്വാളിറ്റിയുള്ള ഒരാൾ ആ വീട്ടിലുണ്ടെങ്കിൽ ആ വീട്ടിലെ കാര്യങ്ങൾ നോക്കാനായിട്ടുള്ള ഒരു ലീഡർഷിപ്പ് അയാൾക്കുണ്ടെങ്കിൽ അയാളാണ് കേട്ടോ പിന്നെ അവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കുന്നത്. അപ്പോൾ അതും ഒരു ക്വാളിറ്റി അല്ലേ. എത്ര നല്ല പോലെ നടക്കണതോ അല്ലാതെ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും കേട്ടോ. ഒരു സ്ഥാപനം ഒരു വീടായാലും അവിടെ നല്ലൊരു ക്വാളിറ്റി ലീഡർഷിപ്പ് ആ വീട്ടിലുണ്ടായിരിക്കും. അതുകൊണ്ടാണ് അവിടെ നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നത്. ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഇപ്പോൾ ഒരു സ്ഥാപനം നടത്തിക്കൊണ്ട് പോകുകയാണെങ്കിൽ അവിടെ ഒരു ലീഡർക്ക് അതിനുള്ളൊരു നയിക്കാനുള്ളൊരു ലീഡർഷിപ്പ് ക്വാളിറ്റി ഇല്ലെങ്കിൽ അവിടെ എന്താ ഉണ്ടാവുക? ഒരു തൊഴിലാളി ആയിരിക്കും അവിടുത്തെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത് അല്ലേ. അപ്പോൾ അവിടെയുള്ള സ്ഥാപനത്തിൻ്റെ ഉടമയ്ക്ക് അങ്ങനെ ലീഡർഷിപ്പ് ഇല്ലെങ്കിൽ പിന്നെ അവിടുത്തെ തൊഴിലാളിയാണ് അവിടെ ലീഡർഷിപ്പ്. അപ്പോൾ അതുപോലെ തന്നെയാണ് കേട്ടോ ഒരു സ്കൂളായാലും ഒരു കോളേജായാലും ഒരു വീടായാലും കാര്യങ്ങൾ കിട്ടുന്നത്. നമുക്ക് ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി ഉണ്ടായിരിക്കണം. ആ ലീഡർഷിപ്പ് ക്വാളിറ്റി എന്ന് പറയുന്നത് നമുക്ക് പെട്ടെന്നൊന്നും ഒരാൾക്കൊരു ലീഡർഷിപ്പ് ക്വാളിറ്റി ഉണ്ടാകുന്നതല്ല. അത് അയാളിലേക്ക് പതുക്കെ വന്നെത്തുന്ന ഒരു കാര്യമാണ് ലീഡർഷിപ്പ് എന്ന് പറയുന്നത്. ആ ലീഡർഷിപ്പ് എങ്ങനെയാണ് കൊണ്ടുപോകുന്നത്? അയാളത് ജീവിതത്തിലുടനീളം ഓരോ കാര്യങ്ങൾ ചെയ്ത് മനസ്സിലാക്കിയിട്ടാണ് കേട്ടോ അയാൾക്ക് ആ ലീഡർഷിപ്പ് കിട്ടുന്നത്. അപ്പോൾ അതിനൊക്കെ നമ്മൾ ഒരുപാട് കാര്യങ്ങളിലൂടെ കടന്നു പോകുമ്പോഴാണ് ലീഡർഷിപ്പ് കിട്ടുന്നത്. പെട്ടെന്ന് ഒരാളെ പിടിച്ചിട്ട് നീ ലീഡറായിക്കോ എന്ന് പറയുന്നതിൽ അയാളെ കഴിവ് മറ്റുള്ളവർക്കും കൂടി മനസ്സിലായാലാണ് അയാളതിന് പോകുന്ന ഒരാളാണെന്ന് മനസ്സിലാക്കിയിട്ട് അയാൾക്ക് ആ ലീഡർഷിപ്പ് കൊടുക്കുന്നത്. അത് ഏതൊരു മേഖലയിൽ നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും. അങ്ങനെ ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി ഉള്ള ഒരു ആൾ ഉണ്ടെങ്കിൽ മാത്രമേ അവിടെ മികച്ചൊരു എന്താ പറയുക കാര്യങ്ങൾ നടക്കുകയുള്ളൂ. അപ്പോൾ ഇപ്പോഴത്തെ കാലത്ത് ഒരുപാട് ലീഡർഷിപ്പിനെ കുറിച്ച് പഠിക്കാനുള്ള കോഴ്സുകളൊക്കെ വരുന്നുണ്ട്. നമുക്ക് ഓൺലൈനായിട്ടൊക്കെ ഫോണിലൂടെ തന്നെ വീട്ടിലിരുന്ന് അറ്റൻഡ് ചെയ്തുകൊണ്ട് നമ്മൾ പഠിക്കാൻ പറ്റും. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നതെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ സ്കൂളിലൊക്കെ ചെല്ലുമ്പോൾ കുട്ടികളോടായാലും ലീഡറാവാൻ പറയുമ്പോഴുണ്ടല്ലോ അവർക്കൊക്കെ ഭയങ്കര മടിയാണ്. ശ്രദ്ധിച്ചിട്ടില്ലേ? ഇപ്പോൾ നമ്മളും അങ്ങനെ തന്നെ കാറ്റഗറിയിലുള്ള ആൾക്കാരായിരുന്നു. പിന്നെ ഓരോ കാര്യങ്ങളൊക്കെ പഠിച്ചിട്ടാണ് നമ്മളിങ്ങനെയൊക്കെ എത്തുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് അങ്ങനെ വരുന്നതെന്ന് ചോദിച്ചാൽ പേടിയാണ് എല്ലാത്തിനും. ആ പേടി മാറി നമ്മൾ ആ ലീഡർ സ്ഥാനം ഏറ്റെടുക്കുമ്പോൾ മാത്രമാണ് കേട്ടോ നമുക്ക് അതിനെക്കുറിച്ച് അറിയുള്ളൂ. അപ്പോൾ ഏത് മേഖല ആണെങ്കിലും ഒരു ലീഡറെ ക്വാളിറ്റി കിട്ടുന്നത് നമ്മൾ ആദ്യം അതിനിറങ്ങണം, അതിന് ശ്രമിക്കണം. അതിപ്പോൾ ഒരു സ്ഥാപനത്തിലായാലും ഇപ്പോൾ ഏതെങ്കിലും ഒരു എന്താ പറയുക എവിടെയെങ്കിലും നമ്മൾ കൂട്ടായ്മ സംഘടിപ്പിക്കുമ്പോഴൊക്കെ നമ്മളോട് പറയുന്നത് ലീഡറാവാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പിന്തിരിഞ്ഞ് നിൽക്കരുത്. നമ്മൾ പേടി കൊണ്ടാണ് സത്യത്തിൽ പിന്തിരിഞ്ഞ് നിൽക്കുന്നത്. പക്ഷേ പിന്തിരിഞ്ഞ് നിന്ന് കഴിഞ്ഞാൽ നമുക്ക് അവിടെ എന്താണ് അവിടെ നടക്കുന്നത്, എന്താണ് അവിടെ ചെയ്യേണ്ടത് ഒരു കാര്യം നമുക്ക് മനസ്സിലാവില്ല. അപ്പോൾ നമ്മൾ മുന്നിട്ടിറങ്ങിയിട്ട് നമ്മൾ ലീഡറാണ്. നമ്മൾ ലീഡറായിട്ട് കാര്യങ്ങൾ പറയുമ്പോൾ എന്താണ് ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അവിടെ നിന്ന് പഠിക്കാനുണ്ട്. എല്ലാ കാര്യത്തിലും നമുക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ ആ പഠനം നമുക്ക് ആ ക്വാളിറ്റി കൊണ്ടുവരും. ലീഡർഷിപ്പ് ക്വാളിറ്റി നമുക്ക് കൊണ്ടുവരുന്നതാണ് കേട്ടോ. അപ്പോൾ ഏറ്റവും നമുക്ക് ലീഡർഷിപ്പ് ക്വാളിറ്റി വേണമെങ്കിൽ നമ്മൾ ആ കാര്യം നമ്മൾ തന്നെ തിരഞ്ഞെടുത്തിട്ട് നമ്മൾ ഫോളോ ചെയ്യണം. അല്ലാതെ നമ്മൾ മറ്റുള്ളവരെ ഉപദേശിക്കാനൊക്കെ പറ്റും. നീ ആയിക്കോ, നീ അത് ശരി എന്നൊക്കെ പറയാനായിട്ട് ഏറ്റവും ഉപദേശമാണ് ഏറ്റവും സിമ്പിളായിട്ട് നടക്കുന്ന കാര്യം. അത് പ്രാവർത്തികമാക്കാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമ്മൾ ആ ലീഡർഷിപ്പിലേക്ക് എത്തണമെങ്കിൽ നമ്മൾ ആദ്യം അത് ചെയ്ത് കാണിക്കണം. നമ്മൾ ആ സ്ഥാനം ഏറ്റെടുത്തിട്ട് നമുക്ക് എന്താണ് ചെയ്യാൻ പറ്റുന്നത് അത് നമ്മൾ ചെയ്യുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് അതിലുള്ള ബുദ്ധിമുട്ടുകളും അതെങ്ങനെയാണ് കൊണ്ടുപോകണമെന്ന് മനസ്സിലാക്കണം. ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി നമ്മളിലേക്ക് വരണമെങ്കിൽ നമ്മൾ ആ സ്ഥാനം ഏറ്റെടുത്ത് പറ്റും കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. താങ്ക് യു.